പ്രിയപ്പെട്ടവരെ നമസ്കാരം. വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, വലിയൊരു ഭീകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം നമ്മുടെ ഭരണകൂട ഭീകരത, പച്ച വെളിച്ചം പോലീസ്, അതല്ലെങ്കിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഭരണകൂടങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി ഈ 4-ാം തീയതിക്ക് ശേഷം അയാൾ ഉണ്ടാകുമോ എന്നുള്ളത് ആർക്കും അറിയില്ല. എന്നിരുന്നാലും ഇവിടെ നടപ്പാക്കാൻ പോകുന്ന ഇടത് വലത് പച്ച വെളിച്ചം ജിഹാദി ടീമുകളെല്ലാം ചേർന്നുകൊണ്ട് നടപ്പാക്കാൻ പോകുന്ന ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ പച്ചയ്ക്ക് ഇവിടെ പറയുന്നത്. നമ്മൾക്കിത് പറയുന്നതിനെ കൊണ്ട് യാതൊരു ഭയമോ ഒന്നുമില്ല. ജയിൽവാസമോ കള്ളക്കേസുകളോ ഒരുപാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. നോക്കൂ, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇവിടുത്തെ കേരള പോലീസിന്റെ തെറ്റായ അറിയിപ്പ് മുഖാന്തിരം ഫേസ്ബുക്ക് മെറ്റ അവർ നിരോധിച്ചു, അതല്ലെങ്കിൽ ഇന്ത്യയിൽ അത് നിരോധിച്ചു എന്നുള്ള ആ ഒരു അറിയിപ്പ് എനിക്ക് കിട്ടിയിരുന്നു. ഇത് വെറുമൊരു എന്നെയോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനലിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. നമ്മൾ ഇതിനു മുൻപ് ഈ അടുത്ത നാളിൽ ഇത് കേട്ടത് മറ്റൊരാളിതായിരുന്നു. അഖിൽ മാരാർ എന്ന് പറയുന്ന NDAക്ക് കീഴിൽ 2020യുടെ സ്ഥാനാർത്ഥിയിൽ മത്സരിച്ചിരുന്ന അദ്ദേഹത്തിനായിരുന്നു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്ത തെറ്റെന്തെന്നറിയാമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടാളൻ, അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ കൊലക്കേസിന് തുടക്കമിട്ട വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയെ മഴുവെച്ച് വെട്ടിക്കൊന്ന കേസിലെ 2-ാം പ്രതിയായിരുന്ന, ഇന്നും തലശ്ശേരി കോടതികളിൽ തെളിവായിട്ട് നിലനിൽക്കുന്ന ആ കോടതി റെക്കോർഡുകളിലുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന 2-ാം പ്രതി, പിന്നീട് അയാൾ തെളിവുകളുടെ അഭാവത്തിലും അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിച്ചുകൊണ്ടും ആ കേസ് പട്ടികയിൽ നിന്ന്, പ്രതിപട്ടികയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിരുന്നാലും ആദ്യത്തെ രാഷ്ട്രീയ കൊലക്കേസായിട്ടുള്ള വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളിയെ മഴു ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയതിന് ദൃക്സാക്ഷികളൊക്കെ അന്നും ഇന്നും തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ ഒരുപാട് വാർത്തകളിലൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാള ഭരണം നടത്തുന്ന ഈ നാട്ടിൽ ഇനി ഇടത് മാറി വലത് വന്നു കഴിഞ്ഞാലും ഇടതുകാലിലെ മന്ത് മാറി വലതുകാലിലേക്ക് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ ജനാധിപത്യം എന്നോ കശാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ മനസ്സിലാക്കുക. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പേജ് പോയത് കൊണ്ട് നമ്മൾക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഇതിലൂടെ ഇവർ നൽകുന്ന സന്ദേശം എന്തെന്നറിയാമോ? ഇവിടെ പച്ചയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ചെറുകിട മാധ്യമങ്ങൾ ഇനി നിലവിലുണ്ടാവില്ല. ഇത്തരത്തിൽ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഫേസ്ബുക്കിന്റെ അതോറിറ്റിയെ തെറ്റായി വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒട്ടേറെ ന്യൂസ് ചാനലുകൾ, ഒട്ടേറെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇവർ ഇതിനകം തന്നെ പൂട്ടിച്ചിട്ടുണ്ട് എന്ന ഭീകരമായിട്ടുള്ള വിവരമാണ് എൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനകം തന്നെ 17-ലധികം കേസുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഞാൻ തൽക്കാലം ഒരു കേസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതുവരെ കേരള പോലീസിലൂടെ നമ്മൾക്ക് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി കേരള പോലീസിന് അങ്ങോട്ട് കേസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ നാട്ടിൽ കാശ്മീർ പണ്ഡിറ്റുകളെ പോലെ ഓടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, അതല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹിന്ദുവും, പിന്നെ ക്രിസ്ത്യാനിക്ക് RSSനോടും BJPയോടും ഒക്കെ ചില വിരോധങ്ങളൊക്കെ കാണും. കാരണം അവരൊക്കെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ആ കുപ്പായം വിട്ട് ഇന്നും പുറത്തോട്ട് വന്നിട്ടില്ല. ഇവിടെ ഇസ്ലാമിക ജിഹാദികളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് നരഭോജികളിൽ നിന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും ഇവന്മാർക്ക് രക്ഷയായിട്ടുള്ളത് ഓരോ സംഘപ്രവർത്തകരും, ഹിന്ദു സംഘടനാ പ്രവർത്തകരും, ഇവിടുത്തെ രാഷ്ട്രീയക്കാരായിട്ടുള്ള BJPക്കാരും മാത്രമായിരുന്നു. പക്ഷേ നന്ദി എന്ന് പറയുന്ന സാധനം പ്രകടിപ്പിക്കാത്ത അക്കൂട്ടർ മനസ്സിലാക്കുക, നിങ്ങളുടെ അന്ത്യവും ഇവിടുത്തെ ഹിന്ദുവിന്റെ അന്ത്യവും കാശ്മീർ പണ്ഡിറ്റുകളുടെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇവിടെ പച്ചയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന സോഷ്യൽ മീഡിയകൾ പൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂട ഭീകരത. ഇനി പിണറായി വിജയൻ 4-ാം തീയതിക്ക് ശേഷം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. ഇനി വരുന്നത് ആരാ? ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റിക്കൊണ്ട് കോൺഗ്രസ് വരുമ്പോൾ ഇവിടെ വല്ല മാറ്റവും ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെറുകിട ചാനലുകൾ പൂട്ടിക്കുന്ന ഇവിടുത്തെ ഭരണകൂട ഭീകരത, സ്വാതന്ത്ര്യം, സോഷ്യലിസം, പിന്നെ എന്താ കൊണാണ്ട്രം എന്നൊക്കെ വിളിച്ചു പറയുന്ന SFIയുടെ മുദ്രാവാക്യം അത് അവർക്ക് മാത്രം സ്വന്തമാണ്. ഈ നാട്ടിലുള്ള കാഫിറുകൾക്ക് അത് കൃത്യമായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറുകിട ചാനലുകൾ പൂട്ടിക്കുന്നതിനെതിരെ കൃത്യമായിട്ടും നിയമപരമായിട്ട് തന്നെ നടപടിയെടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. ഒരുപാട് കേസുകൾ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക സഹായം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യേണ്ടതുണ്ട്. ഇത് ഒരു പോരാട്ടത്തിന്റെ തുടക്കമായി തന്നെ കൂട്ടേണ്ടതുണ്ട്. കാരണം നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള ചെറുകിട ഫേസ്ബുക്ക് പേജുകളായാലും യൂട്യൂബ് ചാനലുകളായാലും ഇവന്മാർ പൂട്ടിച്ചിട്ടുണ്ട്. പിന്നെ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന സോഷ്യൽ
സോഷ്യൽ മീഡിയ, യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും അവർ ലോക്കൽ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പൂട്ടും. പക്ഷേ കൃത്യമായിട്ട് നിയമസംഹിതയിലൂടെ, നിയമ പോരാട്ടത്തിലൂടെ അത് തുറക്കേണ്ടതുണ്ട് നമ്മൾ. കാരണം ഈ ഒരു അവസ്ഥ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി പഴയ റേഡിയോ കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും മാറ്റപ്പെടും. അതല്ലെങ്കിൽ വെറും ദേശാഭിമാനിയും കൈരളിയും മാത്രം കണ്ടുകൊണ്ട് നമ്മൾക്ക് വാർത്തകളും വിവരങ്ങളും അറിയേണ്ട അവസ്ഥയിലേക്ക് അവർ നമ്മളെ എത്തിക്കും. ആ എത്തുന്നതിന് തടയിടാൻ വേണ്ടി നിങ്ങളുടെ സഹായം നിർബന്ധമായിട്ടും ആവശ്യപ്പെടുകയാണ്. സാമ്പത്തിക സഹായം നന്നായിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് ഹൈക്കോടതിയും വിട്ട് സുപ്രീം കോടതി പോയാലും വേണ്ടില്ല, നിയമവിദഗ്ധരുമായി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, കൃത്യമായിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കൂ, അഖിൽ മാരാർ എന്ന് പറയുന്ന 2020 സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജ് മണിക്കൂറുകളാണ് കേരള പോലീസ് ബ്ലോക്ക് ചെയ്തത്. അദ്ദേഹം കൃത്യമായിട്ട് നിയമത്തിന്റെ പോരാട്ടത്തിന്റെ വഴിയിലൂടെ തിരിയുമെന്ന് കണ്ടപ്പോൾ അത് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇനി കണ്ണുമടച്ചുകൊണ്ട് പോയത് പോട്ടെ, ആ പോണാൽ പോവട്ടുമെന്ന ചിന്തയോടുകൂടി ഇവന്മാർക്ക് അടിപ്പെട്ടിനി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലെ ഭരണഘടനയ്ക്കനുസരിച്ച്, നീതിന്യായ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇനിയൊരു കാശ്മീർ പണ്ഡിറ്റുകളെ പോലെ കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ കേരളത്തിൽ ആവാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ പൊരുതേണ്ടതുണ്ട്. ഈ നാട്ടിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നമ്മളെപ്പോലെയുള്ള കുഞ്ഞു ചാനലുകൾ നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സഹായം ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇനിയും ചെയ്യാതെ അത് അവന്റെ കേസല്ലേ, നമ്മൾക്കെന്ത്, നമുക്ക് ജനൻ ടിവിയും നമ്മൾക്ക് ഏഷ്യാനെറ്റും നമ്മൾക്ക് മറ്റേ മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും കൈരളിയും ഉണ്ടല്ലോ എന്നും ധരിച്ചിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ പെയ്ഡ് വാർത്തകൾ മാത്രം. കാശ് വാങ്ങിക്കൊണ്ട് ജിഹാദികളുടെയും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെയും രാജ്യദ്രോഹികളുടെയും നമ്മുടെ രാജ്യത്തിനെതിരെ നിലകൊള്ളുന്ന ശത്രുക്കളുടെയും അവരുടെ അച്ചാരം അമേദ്യം നക്കിക്കൊണ്ട് അവർക്കനുസരിച്ചുള്ള വാർത്തകൾ പടച്ചുവിടുന്ന ചാനലുകൾ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒറ്റമെയ്യായി ഒരേ മനസ്സോടെയാണ് ഇവർ BJPക്കെതിരെയും NDAക്കെതിരെയും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയും നിലപാടെടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJPക്കാരനെന്ന് ധരിച്ച് നടക്കുന്ന ഹിന്ദുവേ, ക്രിസ്ത്യാനി, നിന്റെയൊക്കെ അന്ത്യപ്പെടുത്തിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അത്രയ്ക്കുണ്ട് ആസൂത്രണം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിന്നിലേക്ക് വിവരം എത്താതിരിക്കാൻ വേണ്ടി പഴയകാല 1400 വർഷം മുമ്പുള്ള പോക്സോ ക്രിമിയുടെ ആ കാലഘട്ടത്തിലേക്ക് നിന്നെ നയിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിനെതിരെ പടവെട്ടാൻ വേണ്ടി ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും അകമഴിഞ്ഞ് സഹായിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഗൂഗിൾ പേ നമ്പർ ഈ വീഡിയോയിൽ തന്നെ, ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു നിയമ പോരാട്ടത്തിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിന് നിങ്ങൾ സഹായം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചെറുകിട ചാനലുകളെ അടച്ചു പൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള പണം കൊടുത്തുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെയും രാജ്യദ്രോഹികളുടെയും രാജ്യശത്രുക്കളുടെയും അച്ചാരം വാങ്ങി നക്കിക്കൊണ്ട് അവരൊക്കെ കൊടുത്തുവിടുന്ന എഴുതിവിടുന്ന വാർത്തകൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി മലയാളിയായിട്ടുള്ള ഹിന്ദുവും മലയാളിയായിട്ടുള്ള ക്രിസ്ത്യാനിയും എന്ന ധാരണയിലേക്ക് മാറുമ്പോൾ അതിനെതിരെ പടപൊരുതാൻ അണിചേരേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് സഹായമായിട്ടല്ല, അഭ്യർത്ഥിക്കുകയാണ്. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇത്തരത്തിൽ ചാനലുകൾ പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ നിർബന്ധമാണ്. അത് തന്നേ തീരൂ. അതല്ലെങ്കിൽ കാശ്മീർ പണ്ഡിറ്റുകളെ പോലെ കൂടും കുടുക്കയും എടുത്തുകൊണ്ട് ഓടേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ഇവന്മാർ ഭരണകൂട ഭീകരത നടമാടിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.